ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയൊരു ബീഫ് ഫ്രൈയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാലം കേടുകൂടാതെ ഈ ബീഫ് ഫ്രൈ ഇരിക്കും. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ബീഫ്. ഇത് ഞങ്ങൾ ഖത്തറിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാട്ടോ 3 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള, ചെറിയ തക്കാളി, ഗരം മസാല, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി ഞങ്ങൾ കുക്കറിലിട്ടിട്ട് വേവിച്ചു. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 8 അടി വിസിലടിക്കട്ടെ. വെള്ളം ഒഴിക്കാതെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ വെള്ളം കണ്ട് ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം വറ്റുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വേറെ ചീനച്ചട്ടി എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളം നന്നായി വറ്റിക്കുക. നന്നായി വറ്റിച്ചെടുക്കണം. നമ്മളെ ബീഫ് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയൊരു കുറച്ചും കൂടി വറ്റി കിട്ടാനുണ്ട്. ഇതിൻ്റെ ഗ്രേവി നന്നായി വറ്റിയിട്ട് ഡ്രൈ ആവണം. അങ്ങനെ വറ്റി തുടങ്ങി അതിലേക്ക് നമ്മൾ ചീനച്ചട്ടിയിൽ ചെറിയ ഉള്ളില്ലേ, അത് അരിഞ്ഞ് താളിച്ച് വേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ബീഫ് ഫ്രൈയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ ഇരുന്നിട്ട് ആ ഫ്രൈ ആവണം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് അതിലിരുന്നിട്ട് വേണം നമ്മൾ ബീഫ് ഫ്രൈ സെറ്റാവും. അപ്പോൾ ഏകദേശം നമ്മൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വേണ്ട, നല്ല ടേസ്റ്റ് ആട്ടത്, നല്ല ടേസ്റ്റാണ്. കൊടുത്തയച്ച കാരണം ഒരു കേടുമില്ലാണ്ട് കുറേ കാലം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതാ നമ്മൾ പാക്കിങ്ങിലാണ്. വാഴൻ്റെ ഇല എടുത്തിട്ട് അതിൽ ബീഫൊക്കെ റെഡിയാക്കി പൊതിഞ്ഞ് ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.